അള്ളാഹുവിൻ്റെ യോഗ്യത പറയുമ്പോഴും കാര്യമായി പറയുന്നത് റഹ്മത്താണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ എന്നതാണ്. ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രി ഉള്ളത് ത്വായിഫിലാണ്. സൗദി അറേബ്യയിലെ ത്വായിഫിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രി ഉള്ളത് എന്നാണ്. എന്തുകൊണ്ട് ത്വായിഫിൽ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രി ഉണ്ടായി എന്നതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിയ ആൾക്കാരാണ് ത്വായിഫുകാർ എന്നതാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഓരോ ചിതറിയ ധാരാളം ചിന്തകളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അധികാരവും അതിൻ്റെ കയ്യേറ്റങ്ങളും അതിൻ്റെ കൈകാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന ആളായിരുന്നു ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ പാപ്പാനെ കുറിച്ച്. കണ്ണൂർ അറക്കൽ രാജകൊട്ടാരത്തിലെ മതകാര്യ ഉപദേഷ്ടാവാണ് ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യാൻ കുതിരവണ്ടിയും മഞ്ചലും ഏർപ്പാട് ചെയ്തിരുന്നു കൊട്ടാരം വക. അതിനേക്കാൾ അത്ഭുതം, യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ നിന്ന് ദാഹിച്ചാൽ ഇളനീര് വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കൊട്ടാരം വകയായി തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ അധികാരത്തിൻ്റെ ഉടമയും കൂടിയാണ് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് കാണാൻ വേണ്ടി പറ്റും. ടിപ്പു സുൽത്താനെ നമ്മളെപ്പോഴും പറയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഇവിടൊക്കെ നമ്മളുടെ ഒരു മനസ്സിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഓല അങ്ങനെയൊക്കെ ആയി, എന്തുകൊണ്ട് അതൊക്കെ ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിനാണ് നമ്മൾ നിർബന്ധമായും ഉത്തരം കണ്ടെത്തേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ആൾക്കാരെയും ഒരേ ആവശ്യത്തിന് വേണ്ടി പടക്കണമല്ല. ഈ ലോകത്ത് മനുഷ്യന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നേടിയെടുക്കാവുന്ന ഉന്നതികൾ. ഒന്ന് നുബുവത്താണ്, ഒന്ന് നബിയായിരിക്കുക എന്നുള്ളതാണ്, രണ്ടാമത്തേത് സയ്യിദായിരിക്കുക എന്നുള്ളതാണ്, മൂന്നാമത്തേത് ആലിമായിരിക്കുക എന്നുള്ളതാണ്, നാലാമത്തേത് ആബിദായിരിക്കുക എന്നുള്ളതാണ്, അഞ്ചാമത്തേത് വലിയായിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം നബിയായിരിക്കുക എന്ന് പറഞ്ഞത് ആഗ്രഹിച്ചാലോ അധ്വാനിച്ചാലോ കിട്ടണമല്ല. ഒരാൾ 20,000 റക്അത്ത് സുന്നത്ത് സ്കരിച്ചിങ്ങാണ്ട് പഠിച്ചവനെ എന്നെ നബിയാക്കണേ എന്ന് തുറന്നാൽ കള്ളപ്രവാചകനെ ആവുള്ളൂ, ഒറിജിനലാവൂല. കാരണം അത് ഒരാൾക്ക് അധ്വാനിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്നതല്ല, അള്ളാഹുവിൻ്റെ ഇസ്തിഫ ആണ്, തെരഞ്ഞെടുപ്പാണ്. നേരത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ അമ്പിയാക്കളായി സംവിധാനിക്കുന്നതാണ്. അതിൻ്റെ താഴെയുള്ള എല്ലാ കാര്യവും നമുക്ക് അധ്വാനിച്ചാൽ കിട്ടുന്നതാണ്. ഒന്ന് സയ്യിദായിരിക്കുക, 2 ആലിമായിരിക്കുക, 3 വലിയായിരിക്കുക, 4 ആബിദായിരിക്കുക. ഇത് 4ഉം പ്രധാനപ്പെട്ടതാണ്. 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞ ആൾ. 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു മമ്പുറം സയ്യിദ് അലവി മൗലദ്ദവീല റളിയല്ലാഹു അൻഹു. 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു അജ്മീർ മൊയ്നുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ. 4ഉം ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ അസ്ഹരി എന്ന മഹാനുഭാവൻ. ഇങ്ങനെ 4ഉം ഒരുമിച്ച് കൂട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു മനുഷ്യന് ആത്മീയമായ ഉന്നതിയിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. നമ്മളൊക്കെ നാട്ടിൽ പഴയ കാലത്ത് പള്ളിയിൽ പ്രായം ചെന്ന മൊല്ലാക്കാരുണ്ടാവും. അധികം എല്ലാ നാടുകളിലും മുക്രിസ്ഥാനം പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഖാദി സ്ഥാനം പാരമ്പര്യമായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഖത്തീബ് സ്ഥാനം പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. മിക്കവാറും ഭൂരിഭാഗം സ്ഥലങ്ങളിലും മുക്രി സ്ഥാനം പാരമ്പര്യമായിട്ട് വരുന്നതാണ്. വാപ്പ മുക്രിയായിരുന്നു, വാപ്പ മരണപ്പെട്ടപ്പോൾ മൂത്ത മകൻ മുക്രിയായി, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ പഴയ കാലത്ത് ധാരാളം മുക്രിമാരുണ്ടാവും.
മുക്രികാക്ക അങ്ങനെ പള്ളിയിൽ ബാങ്കൊക്കെ കൊടുക്കും, ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അസർ നിസ്കാരം കഴിഞ്ഞാൽ മുക്രികാക്ക പെരേക്കൊന്ന് പോവും. അപ്പം ഇങ്ങനെ കയ്യിലൊരു വടി ഉണ്ടാവും. ആ വടി ഇങ്ങനെ കുത്തിയിട്ട്, അമ്പിയാക്കയുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണെന്നാണ് വടി. 40 വയസ്സ് കഴിഞ്ഞാൽ നബിമാരെല്ലാവരും വടി ഉപയോഗിച്ചിരുന്നു എന്ന് താരീഖിലുണ്ട്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രപ്രസിദ്ധമായ വടി അനന്തരമായി ലഭിച്ചതാണ്. കല്യാണം കഴിച്ച് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകളെയാണ് മൂസ നബി അലൈഹി ഇസ്ലാം കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത് മഹർ കൊടുക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആടിനെ നോക്കൽ മഹറായി നിശ്ചയിച്ചു. അങ്ങനെ ആടിനെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ അമ്മോശനായ ഷുഐബ് നബി അലൈഹി ഇസ്ലാം തനിക്ക് മുൻകാല അമ്പിയാക്കളിൽ നിന്ന് പാരമ്പര്യമായി അനന്തരമായി വന്ന ഒരു വടി മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രപ്രസിദ്ധമായ വടി. ആ വടിയാണ് പിന്നെ ഫിറഔനിൻ്റെ ആളുകൾ സിഹിർ പണിയിലൂടെ പാമ്പുകളുണ്ടാക്കി പെട്ടുകൊടുത്തതും, നൈൽ നദി കടക്കാൻ വേണ്ടി നൈലിനെ അടിച്ചതും, പാറക്കല്ലിനെ അടിച്ചതൊക്കെ ആ വടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിലെ പള്ളിയിലുള്ള മുക്രിമാർക്ക് ഒരു വടി ഉണ്ടാവും കുത്തിപ്പിടിക്കാൻ. അസംസ്കാരം കഴിഞ്ഞിട്ട് ആ വടി കുത്തിയിട്ട് ഇങ്ങനെ പെരേക്ക് പോകുമ്പോൾ ഒരേ അകലത്തിൽ ഇങ്ങനെ കുത്തുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം കേട്ടാൽ പീടിയക്കൊലയുമ്പോൾ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ആൾക്കൊക്കെ അറിയും മുക്രികാക്ക പള്ളിക്കന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന്. പള്ളിക്കന്ന് മുക്രികാക്ക ഇറങ്ങുമ്പോൾ തന്നെ അങ്ങാടിയിൽ പീടിയക്കൊലയുമേ ആ വലിയ ടൗസറൊക്കെ കാണിച്ച് മടക്കി കുത്തിയിരിക്കുന്ന ആൾക്കാർ എഴുന്നേറ്റിക്കും. എന്നിട്ട് തുണിയൊക്കെ താത്തിയിട്ട് മുക്രി പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പം ഇരിക്കുള്ളൂ. ഇന്ന് മുക്രിയല്ല മൂലേര് വരികയാണെങ്കിലും നീച്ചിക്കണില്ല. അപ്പം നമുക്ക് തോന്നുകയാണ് നാട്ടുകാരൊക്കെ ആകെ കേടുന്നു എന്ന്. സംഗതി അങ്ങനെയല്ല. ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല എന്നതാണ്. 2 കാര്യങ്ങളാണ് വാചകങ്ങൾക്ക് ശക്തി നൽകുന്നത്. അവിടുന്ന് തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 വിഷയങ്ങളാണ് വാചകങ്ങൾക്ക് ശക്തി നൽകുന്ന കാര്യങ്ങൾ. അത് രണ്ടും മുക്രികാക്കാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മുക്രികാക്ക പള്ളിക്കെന്ന് ഇറങ്ങുമ്പോഴത്തിന് നാട്ടുകാർ മൊത്തം നീച്ചിരുന്നതിൻ്റെ കാരണം. ഇന്ന് ആ 2 യോഗ്യതകൾ നഷ്ടപ്പെടുന്നതാണ്. ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും നാട്ടുകാർ കേടുന്നതല്ല, നമ്മൾ കേടുന്നതാണ്. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കാത്തതിൻ്റെയും നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കാത്തതിൻ്റെയും കാരണമായി വന്നിട്ടുള്ളത്. 2 കാരണങ്ങളാണ് വാക്കുകൾക്ക് ശക്തി ഉണ്ടാക്കുക. ഒന്ന് തഹജ്ജുദ് നിസ്കാരമാണ്, മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫർദ് നിസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല തഹജ്ജുദ് നിർബന്ധമാക്കിയിട്ടുണ്ട്. തഹജ്ജുദ് നബി തങ്ങൾക്ക് നിർബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് സുന്നത്താണ്. നമ്മൾ ഒന്നാം നിസ്കരിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഹജ്ജുദ് സുന്നത്തല്ല, പുണ്യനബിക്ക് നിർബന്ധമായിരുന്നു. ഹാദിഹി മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം പ്രത്യേകതകൾ ഉള്ളതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസ് പഠിച്ചാലാണ് നബി തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട സംശയം തീരാന്നാണ്. ഇതിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ സദസ്സും കൂടിയാണല്ലോ. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിവാഹമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹം. ഇന്നാളിപ്പോൾ ഒരാൾ ചോദിച്ചു 9 കല്യാണം കഴിച്ചതിൽ, ചോദിച്ചത് 9 അല്ല 61 കല്യാണം കഴിച്ചതിൽ എന്ത് മാതൃകയുള്ളത് എന്നാണ്. അതിങ്ങനെ എണ്ണം കൂട്ടി കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് മുമ്പൊക്കെ 20 കല്യാണം എന്ന് പറഞ്ഞിരുന്നു, പിന്നെ 41 കല്യാണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയ ലേഖനങ്ങളിലൊക്കെ 62 പെണ്ണെട്ടി എന്നാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 കല്യാണം കഴിച്ചിട്ടുണ്ട്. വഫാത്താവുന്ന സമയത്ത് 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. അതിലെന്ത് മാതൃകയാണുള്ളത് എന്നാണ് ചോദ്യം. എന്താ മാതൃക? ചിലപ്പോൾ നമ്മളെ മനസ്സിനോട് ഇങ്ങനെ ചോദിക്കും, എന്താ പേര് മാതൃക? ഒരു മനുഷ്യൻ ശരിയോ തെറ്റോ എന്നതിന് ഭൂമിയിലുള്ള സാക്ഷി അവൻ്റെ ഭാര്യയായിരിക്കും. ഏത് മനുഷ്യനെ സംബന്ധിച്ചും ശരിയോ തെറ്റോ എന്നതിന് ഭൂമിയിലെ അവൻ്റെ സാക്ഷി എന്ന് പറഞ്ഞത് അവൻ്റെ ഭാര്യയാണ്. ആർക്ക് പ്രധാനപ്പെട്ടതാണെങ്കിലും ഭാര്യക്ക് പ്രധാനപ്പെട്ടതാണോ? മനുഷ്യൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ അടിയിൽ പേരെഴുതി ഒപ്പിടേണ്ട ആൾ അവൻ്റെ ഭാര്യയാണ്. ഭാര്യ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 20 കൊല്ലമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാണ്,
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെങ്ങനെയായിരുന്നു? ആയിഷ ബീവി മറുപടി പറയാണ്, കാനഫി മിഹ്നത്തി അഹ്ലിഹി. നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു. നബി തങ്ങൾ വഫാത്തായി 20 കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഭാര്യയാണെങ്കിൽ, നബി തങ്ങൾ വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള 9 ഭാര്യമാർക്കും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു നേരിയ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല എന്ന് തന്നെയാണ് മുസ്തഫായ നബി തങ്ങളുടെ വിവാഹത്തിലെ മാതൃക. നമ്മളെ പറ്റി ആലോചിക്കുക, നമ്മളെ പെണ്ണേക്ക് നമ്മളെ പറ്റിയിട്ട് എന്തായിക്കാരം അഭിപ്രായം എന്ന്. ഓരോരുത്തരും അവനാനെ പറ്റിയ അഭിപ്രായം. നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് ഓരോന്നാളും ഉണ്ടാകുക. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, 2 ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, 4 ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. 9 ആൾക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായിരുന്നു എന്നതിന് ഭൂമിയിൽ 9 സാക്ഷികളെ അവശേഷിപ്പിച്ചാണ് കടന്നു പോകുന്നത്. 20 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും സൂപ്പർ എന്നാ മറുപടി. അതന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തിൻ്റെ പിന്നിലെ രഹസ്യവും. ഞാൻ പറയാൻ കാരണം, ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഫേസ്ബുക്കിലൊക്കെ പുതിയൊരു ചോദ്യം വരുന്നുണ്ട്. എന്താ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു. അപ്പം നബി തങ്ങൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 9 കല്യാണം കഴിക്കാനും പറ്റും, ബാക്കിയുള്ളവർക്ക് 4 അനുവദിച്ചിട്ട് പോലും മോളെ കെട്ടിയ ഭർത്താവ് മരുവാന് അലി ഒരു പെണ്ണിട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. സ്വന്തം കാര്യത്തിൽ 9 വരെ പോകാമെന്നും മോളെ കെട്ടിയ മരുവൻ്റെ കാര്യത്തിൽ 2ാമത്തെ പോലും സമ്മതിച്ചില്ല എന്നുമാണ് പുതിയ വിവാദം. ഏത് വിവാദം കേട്ടാലും നമുക്ക് ഒരു ഹദീസിലാണ് വിവാദമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഈ ഹദീസ് എവിടെ ഉള്ളത്, അതിൻ്റെ പൂർണ്ണമായ രൂപം എന്താണ് എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഈ ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരിക്കെ 2ാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിൻ്റെ മറുപടിയിൽ അതിൻ്റെ കാരണമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ മകളെയും ഒരുമിച്ച് കൂട്ടൽ ശരിയല്ല എന്നാണ് മറുപടി പറഞ്ഞത്. കാരണം കല്യാണം ആലോചിച്ചിരുന്നത് അബൂജാഹിലിൻ്റെ മകളായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. 2ാമത്തെ കല്യാണം കഴിക്കരുത് നല്ല വിഷയം, 2ാമത് കഴിക്കാൻ പോണത് അബൂജാഹിലിൻ്റെ മകളെയാണ് എന്നുള്ളതാണ് പ്രശ്നം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളെയും അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടരുതേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ശരിയായിരുന്നു എന്നതിൻ്റെ സാക്ഷിയാണ് 9 ഭാര്യമാർ എന്ന് പറയുന്നത്. അവർ മനുഷ്യൻ്റെ വാചകങ്ങൾക്ക് ശക്തി കിട്ടാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണം. ഇതെന്തേ പറയാൻ കാരണം വെച്ചാൽ, ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട സംശയം തീർന്നു പോകുക. നമുക്ക് ആകെ അറിയണത്, ഇപ്പം നമ്മോട് ഒരാൾ എല്ലാവരും 4 പെണ്ണ് നബി തങ്ങൾ 9 ഭാര്യമാരുമാണ്, എന്താ അതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ നമ്മളതിന് ഒറ്റയടിക്ക് മറുപടി പറയും, അപ്പം നബി തങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമായിട്ടും ചോദിച്ചോൻ്റെയും കേട്ടോൻ്റെയും ഉത്തരം പറഞ്ഞോൻ്റെയും ഉത്തരം കേട്ടോൻ്റെയും മനസ്സിലുണ്ടാവും വല്ലാത്തൊരു പ്രത്യേകതയായി പോയല്ലോ ഇത് എന്ന്. കാരണം ഈ പെണ്ണിട്ടുന്ന കാര്യത്തിൽ സത്യത്തിൽ അത് തീർന്നു പോകണമെങ്കിൽ നബി തങ്ങളുടെ എല്ലാ ഹസായിസും പഠിക്കണം സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അത് പഠിച്ചാലേ തീർന്നു പോകുള്ളൂ. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് നബി തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. മുത്തുനബിക്ക് വേറെയും ധാരാളം പ്രത്യേകതയുണ്ട്. വിവാഹം അനുവദിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, നബി തങ്ങൾക്ക് ത്വലാഖ് ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ത്വലാഖ് അബ്ഗദുൽ ഹലാലാണെങ്കിലും ഹലാലാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ത്വലാഖ് ഹറാമാക്കിയിട്ടുണ്ട്. വിജയസാധ്യതയില്ലെങ്കിൽ നമുക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാം
വിജയസാധ്യതയില്ലെങ്കിലും നബി തങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ബാക്കിലേക്ക് പോയപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി മുന്നോട്ട് പോയതിൻ്റെ രഹസ്യം മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്നതാണ്. നമ്മൾ മരിച്ചാൽ നമുക്ക് എന്തേലും വല്ല 10 സെന്റ് സ്ഥലം ബാക്കിയുണ്ടെങ്കിലും മക്കൾക്ക് ഓഹരി ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ബാക്കിയുണ്ടായിരുന്ന മുതൽ ബൈത്തുൽ മാലിലേക്ക് എടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളുടെ സ്വത്തിൽ അനന്തരമില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കിയുള്ള മുതൽ മകളായ ഫാത്തിമക്ക് അനന്തരം എടുക്കാൻ പാടില്ല. അത് പൊതുസ്വത്താണ്, ബൈത്തുൽ മാലിലേക്ക് അടക്കേണ്ടതാണ്. ഇങ്ങനെ ഖസായിസുൻ നബി മുഴുവൻ പഠിച്ചാൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് നമ്മളെ കൽബന്നെ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിഷയം ഇവിടെയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കി. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. വഹീന്റെ 3-ാം ഘട്ടാണത്. ആദ്യം ഇറങ്ങണത് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. രണ്ടാമത് ഇറങ്ങുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ. മൂന്നാമത് ഇറങ്ങുന്നത് യാ അയ്യുഹൽ മുസമ്മിൽ. അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. 2 കാര്യം പറഞ്ഞു. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല. വാചകങ്ങൾക്ക് ശക്തി നൽകുന്ന 2 പ്രവർത്തനങ്ങളാണ്. ഒന്ന് തഹജ്ജുദ് നിസ്കാരവും മറ്റൊന്ന് ഖുർആൻ പാരായണവും. ഇത് 2ഉം മൊല്ലാക്കാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൊല്ലാക്ക പള്ളിക്കെന്നിറങ്ങുമ്പോത്തിന് പീഡിയക്കൊലയുമേ നീ ചെന്നിരുന്നതിൻ്റെ കാരണം. നമ്മുടെ യോഗ്യത നമുക്കുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യന്മാരായി മാറുക. അതുകൊണ്ട് അധികാരത്തിൻ്റെ യോഗ്യതകളെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. താൽക്കാലികമായ യോഗ്യതകളുണ്ട്, സ്ഥിരം യോഗ്യതകളുണ്ട്. ഏതൊരു നന്മ പറയുന്നതിന് മുമ്പും ആ നന്മ ജീവിതത്തിൽ കൊണ്ടുവരൽ ഒരു ചെറിയ യോഗ്യതയാണ്. ഫർദ് നിസ്കാരം പറയണതിൻ്റെ മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ളുഹാ നിസ്കാരത്തിൻ്റെ ക്ലാസ് എടുക്കണതിൻ്റെ മുന്നേ അന്നെങ്കിലും ഒന്ന് ളുഹാ നിസ്കരിക്കുക. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച സക്കാത്തിൻ്റെ വഅദ് പറയണതിൻ്റെ മുന്നേ ഒരു 100 റുപ്യ ആർക്കേലൊന്ന് കൊടുക്കുക. ഇങ്ങനെ എപ്പോഴും യോഗ്യതകൾ നേടിയാൽ അതിന് പ്രത്യേകത ഉണ്ടാവും. മാലിക് ബിൻ നബി എന്ന് പറയുന്ന ആള് 1 മിനിറ്റ് സൂഫി എന്ന് പറയുന്ന ഒരു തത്വം അവതരിപ്പിക്കുന്നുണ്ട്. 1 മിനിറ്റ് സൂഫി എന്ന് പറഞ്ഞാൽ ഒരു വിഷയം നമ്മൾ ചെയ്യാൻ ഒരുങ്ങുന്നതിൻ്റെ മുമ്പെങ്കിലും അതിൻ്റെ യോഗ്യതയെ ഒന്ന് നേടിയെടുക്കലാണ്. ഖുർആൻ ഓതുന്ന മല്ലാക്ക ഖുർആൻ പഠിപ്പിച്ചാലും ഖുർആൻ ഓതാത്ത മല്ലാക്ക ഖുർആൻ പഠിപ്പിച്ചാലും വ്യത്യാസം ഉണ്ടാവും. ഓതുക എന്നതൊരു യോഗ്യതയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ യോഗ്യതയെ നമ്മൾ നേടിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ. ഞാൻ അത് പറയണതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ചില സ്ഥലത്തൊക്കെ പരിപാടിക്ക് എന്നാൽ ആദ്യം പരിപാടി ഏൽപ്പിക്കുമ്പോൾ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാവും, നമ്മളോട് ഏൽപ്പിച്ച ആൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ പുറമെ വാട്സപ്പിൽ ഓരോരുത്തരും വിഷയങ്ങൾ പറഞ്ഞു തരും. അതിൻ്റെ പുറമെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ വിഷയം പറഞ്ഞു തരലുണ്ട്. വയസ്സന്മാർ പറയും ചെറുപ്പക്കാരെ പറ്റി നല്ലോണം പറയുന്നുണ്ട് ഉസ്താദേ. ചെറുപ്പക്കാർ പറയും വയസ്സന്മാരെ പറ്റി നല്ലോണം പറയുന്നുണ്ട് ഉസ്താദേ. പ്രായമായ ആൾക്കാർ പറയും കുട്ടികളെ പറ്റി നല്ലോണം പറയുന്നുണ്ടു. കുട്ടികൾ പറയും തന്താരെ പറ്റി നല്ലോണം പറയുന്നുണ്ടു. നിസ്കരിച്ച ആൾക്കാർ വന്നിട്ട് പറയും ഉസ്താദേ നിസ്കരിച്ചാത്തവരെ പറ്റി നല്ലോണം പറയണട്ടോ. നമ്മളൊന്ന് പന്തളിക്കണ്ടത്തേക്ക് ഇറങ്ങിയിട്ട് കുട്ടികളെ ഞാൻ എന്താ പറയണ്ടതെന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും ഇവിടെ ഉണ്ട് കുറച്ച് നിക്കാരക്കാരത്തികൾ പറമ്മണിച്ചുകൾ ഓലെ പറ്റി 2 വർത്താനം പറയുണ്ടു എന്ന് പറയും. ആർക്കും അവനാനെ പറ്റി ഒന്നും പറയാനില്ല, എല്ലാവർക്കും വേറുള്ളവരെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഞാനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആദ്യം എനിക്ക് നേരാകാൻ വേണ്ടി ആവണ്ടേ, അപ്പോഴല്ല സംഗതി വിജയിക്കുള്ളൂ.
സംഘാടകർ പരിപാടി കേൾക്കൂലല്ലോ. ഏത് മഹലിലും നിങ്ങൾ ചെന്ന് നോക്കി സംഘാടകർ പരിപാടി കേൾക്കൂല. കാരണം എന്താ? ഓലഭിപ്രായത്തിൽ ഓല് നല്ല ആൾക്കാരാണ്, നാട്ടുകാരാണ് നല്ല ആളുള്ളത് എന്നുള്ളതാണ്. ഇവിടുന്ന് ഒരു മനുഷ്യൻ മാറി ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒന്നാമതായി ഞമ്മക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമാണ് അതിൽ ഗുണം ഉണ്ടാവുക. ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ബഹുമാനിക്കപ്പെട്ടിരിക്കും. വാക്കുകൾക്ക് ശക്തി നൽകുന്നത് രണ്ടു കാര്യങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. വാക്കിന് ശക്തിയുള്ള ആൾക്കാണ് ശുജായി അറിയാം. ഒരാളൊരു ശുജായി ആണെന്ന് നമ്മൾ പറയും. ശുജായി എന്ന് പറഞ്ഞാൽ വാക്കിന് ശക്തിയുള്ള ആൾ. ശുജായി മൊയ്തു മൗലവി ഉണ്ടായിരുന്നു പഴയ കാലത്ത്. വയലു പറഞ്ഞത് ഞങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവും. രണ്ട് കാര്യങ്ങൾക്കാണ് ഷജാഅത്ത് എന്ന് പറയാന്ന. രണ്ട് കാര്യങ്ങൾ. നമ്മുടെ ശരീരം ഇങ്ങനെ പരിശോധിച്ചാൽ കൈ രണ്ടെണ്ണാണ്, കാൽ രണ്ടെണ്ണാണ്, ചെവി രണ്ടെണ്ണാണ്, മൂക്ക് രണ്ടെണ്ണാണ്, കണ്ണ് രണ്ടെണ്ണാണ്. രണ്ടെണ്ണമില്ലാത്ത രണ്ടെണ്ണമുണ്ട്. അതാണ് ഷജാഅത്ത്. തൗഹീദിന്റെ മേലറിയിക്കുന്ന രണ്ട് അവയവമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്നാണ്. ഒന്ന് തൊള്ളേല നാവാണ്, രണ്ട് ഗുഹ്യസ്ഥാനമാണ്. മൻ യദ്മനുലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി അദ്മനു ലഹുൽ ജന്ന. ഹബീബുനാ റസൂലുള്ളാഹി. രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ അവന് ഞാൻ സ്വർഗം ഉറപ്പു നൽകുന്നു എന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതാണ് ഷജാഅത്ത്. രണ്ട് കാര്യങ്ങൾ. ഒരാളുടെ തൊള്ളേത്തെ നാവ് അടങ്ങിയിരിക്കുക. ശരിക്ക് വർത്താനം പറയണതിനേക്കാൾ പഠിക്കാണ്ട് വർത്താനം പറയാതിരിക്കാൻ എന്നാണ്. വർത്താനം പറയാൻ കാര്യമായ യോഗ്യത ഒന്നും വേണ്ട, പിരാന്ത് ഉണ്ടായാലും മതി. വർത്താനം പറയാതിരിക്കാൻ നല്ലോണം വിവരമുള്ളവന് മാത്രമേ നടക്കുള്ളൂ എന്നാണ്. നമ്മളെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ ഒച്ചയുള്ള ദിവസം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പള്ളിക്കത്ത് വെള്ളിയാഴ്ചൻ്റെ ഒരു ഫീലിങ്ങിന് കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജുമ കഴിഞ്ഞ് പോരുമ്പങ്ങളെങ്കിലും ഹൗലും കരക്കെന്ന് രണ്ട് ഒച്ചട്ടാലേ ശരിയാവുള്ളൂ എന്നുള്ളിടത്താണ്. ഒച്ചടലൊരു മനുഷ്യന്റെ യോഗ്യത ഒന്നല്ല, മൗനം വാചാലമാക്കലാണ് യോഗ്യത. പറഞ്ഞു എന്നുള്ളതല്ല യോഗ്യത. എന്നാലും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ യോഗ്യത. പറയാ ഒന്നും പഠിക്കില്ല, തൊള്ളയിലൊന്നൊക്കെ അങ്ങനെ വിട്ടാൽ മതി. പറയാതിരിക്കാൻ നല്ലോണം യോഗ്യത വേണം. അതുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ യോഗ്യത സംസാരിക്കാതിരിക്കാനാണ്. 63 കൊല്ലത്തെ സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചെടുക്കേണ്ടി വരുന്ന ഒരു വാക്കുപോലും അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലെന്നാണ്. അതുകൊണ്ട് യോഗ്യതയെ ആദ്യം മനസ്സിലാക്കണം. അള്ളാഹു അവന്റെ യോഗ്യതയായി പറഞ്ഞതും റഹ്മത്താണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളതും റഹ്മത്താണ്. അപ്പോഴാണ് ഞാൻ ത്വായിഫിലെ മെന്റൽ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞത്. ത്വായിഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതായത് സഹാബത്ത് ഒരിക്കൽ നബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം ഖദീജ ബിവി വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബ അല്ല, ഖദീജ ബിവി വഫാത്തായതല്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടങ്ങേറ് അബ്ദുൽ മുത്തലി അബൂലഹബ് വഫാത്തായ അബൂ താലിബ് വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ രണ്ട് പ്രയാസമായിരുന്നു. ഒന്ന് ഖദീജ ബിയുടെ വഫാത്തും ഒന്ന് അബൂ താലിബിന്റെ വഫാത്തും. നബി തങ്ങളെ എല്ലാ നിലയിലും സംരക്ഷിച്ചിരുന്ന രണ്ടാളുകളാണ്. രണ്ടാളും ഒരേ വർഷമാണ് മരിക്കുന്നത്. ആ കൊല്ലം ആമുൽ ഹുസിൻ, ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ രണ്ടുപേരും വഫാത്തായ കൊല്ലം. അതല്ലേ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് ബുദ്ധിമുട്ട് തന്നെയാണെങ്കിലും എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതൊന്നല്ല പറഞ്ഞു. പിന്നെ ഏതാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞു. എന്താ ത്വായിഫിലെ മടക്കയാത്ര അറിയോ? മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് ഏകദേശം 100 കിലോമീറ്ററാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് നടന്നു പോകുമ്പോൾ കൽബിലൊരു പ്രതീക്ഷ ഉണ്ട്. അത് ത്വായിഫിൽ ജീവിക്കുന്നത് നബി തങ്ങളുടെ ഉമ്മാന്റെ കുടുംബക്കാരാണ്. ഉമ്മാന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വകയില അമ്മമാര്, അതാണ് ത്വായിഫുകാര്. ഒരു മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞാൽ അവസാനത്തെ പ്രതീക്ഷയാണ് അമ്മോനെ. ഒരു ചെക്കൻ ആര് പറഞ്ഞാലും കേട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അവൻ്റെ അമ്മോനോടും കൂടി ഒന്ന് പറഞ്ഞു നോക്കുക എന്നറിയും. അങ്ങനെ അവസാനത്തെ പിടിവള്ളിയാണ് അമ്മാവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെ കുടുംബക്കാരായ അമ്മാവന്മാരുടെ നാടാണ് ത്വായിഫ്.
അങ്ങനെ അവിടെ പോയാൽ എന്തായാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് കരുതിയിട്ട് 100 കിലോമീറ്റർ നടന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ ചെന്ന് ദീനുൽ ഇസ്ലാം പറഞ്ഞു. നമ്മൾക്കിങ്ങനെ ചിലപ്പം ത്വായിഫിന്റെ താരീഖ് വായിക്കുമ്പോൾ തോന്നും നബിതങ്ങൾ ത്വായിഫിൽ പോയി ഓലോട് ദീന് പറഞ്ഞു, ഓല് കേട്ടില്ല, അപ്പൊ തന്നെ അങ്ങോട്ട് പോന്നു. അങ്ങനെയല്ല, 10 ദിവസം ത്വായിഫിൽ നിന്നിട്ടുണ്ട്, അന്നും വെള്ളമില്ലാതെ ഉമ്മാന്റെ നാട്ടില്. അങ്ങനെ ത്വായിഫുകാരുടെ വീടുകൾ ഇങ്ങനെ കയറിയിറങ്ങി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു കിണറുണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയപ്പോഴേക്ക് കിണറിലെ വെള്ളം അവർ മലിനമാക്കി. വിശ്രമിക്കാൻ വേണ്ടി ഒരു മലയുടെ താഴ്വാരത്തിരുന്നപ്പോ ബാക്കിലൂടെ കയറി വന്ന ശത്രുക്കൾ കള്ളി ഉരുട്ടി നബി തങ്ങളുടെ തലയിലൂടെ ഇട്ടു. റോഡ് സൈഡിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ സ്ഥലത്ത് നിന്ന് കൈ അഴിച്ചുവിട്ട് തുർക്കികളുടെ ഭരണകാലത്ത് കരിങ്കല്ല് കൊണ്ട് പിന്നീട് അവരൊരു പള്ളി നിർമ്മിക്കപ്പെട്ടു. ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ 10 ദിവസം നടന്ന് അവസാനം ഒരു വഴിയുമില്ലാതെയായി. ത്വായിഫിലെ തെമ്മാടി പിള്ളേര് ഒന്നിച്ചുകൂടി നബി തങ്ങളെ ആക്ഷേപിച്ചു, കല്ലെടുത്തെറിഞ്ഞു. കൂർത്ത പാറക്കല്ലുകളുള്ള പ്രദേശമാണ് ത്വായിഫ്. നല്ല കൂർത്ത പാറക്കഷ്ണങ്ങൾ എടുത്ത് നിര്യാണിക്ക് നോക്കി എറിഞ്ഞിട്ട് തിരിഞ്ഞ് നബി തങ്ങൾ ഓടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നടന്നതാണ്, തിരിച്ചു ഓടിയതാണ്. ത്വായിഫിൽ നിന്ന് ഓടിയിട്ട് ആദ്യമായി നിന്ന സ്ഥലത്തേക്ക് 45 കിലോമീറ്റർ ദൂരമുണ്ട്. അതാണ് ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്ര. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടങ്ങേറ് ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി തന്നാൽ ആദ്യമായി ഞാൻ ത്വായിഫുകാർക്ക് ശഫാഅത്ത് ചെയ്യുന്നതാണ്. നമ്മുടെ എല്ലാ അധികാരവും പകരം വീട്ടാനാണ്. 5 കൊല്ലാണ് കൈയിട്ട് എന്നിട്ട് കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞാണ് നടക്കുകയാണ് നമ്മള്. നബി തങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് വേണം ഓൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ എന്നാണ് ആലോചന. അതാണ് വ്യത്യാസം. നമ്മൾ സാധാരണ എന്താ പറയാ, ഒക്കെ ആയിക്കോട്ടെ, അടുത്ത ജനറൽ ബോഡി ഉണ്ട് വരട്ടെ, എന്നിട്ട് വേണം ഓനൊന്ന് ശരിയാക്കാൻ എന്നാണ് ആലോചിച്ച് നടക്കുന്നത്. അവിടെയാണ് ത്വായിഫുള്ളത്. യോഗ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ പകരം വീട്ടൊരു യോഗ്യത ഒന്നല്ല. നമ്മൾ എപ്പോഴും കേട്ടൊരു താരീഖുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉമ്മാമാന്റെ പേരേക്ക് ചോറ് കൊടുക്കാൻ പോയത്. ആ താരീഖിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉമ്മാമാന്റെ പേരേക്ക് ചോറ് കൊടുക്കാൻ പോയി എന്നുള്ള താരീഖ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിനൊരു തുടക്കമുണ്ട്. അതെന്താ വെച്ചാല് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാത്രി എവിടേക്കോ ഇറങ്ങിപ്പോകുന്നത് ഉമർ ഖത്താബ് കണ്ടു റളിയല്ലാഹു അൻഹു. എവിടേക്കാണ് സിദ്ദീഖ് പോണത് എന്ന് അറിയാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം പോകുന്ന സമയമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മരത്തുമ്മ കയറിയിരുന്നു. മൂപ്പര് മരത്തുമ്മ കയറുന്നതിൽ വിദഗ്ധനായിരുന്നു പഴയ കാലത്ത് തന്നെ. അതുകൊണ്ട് കയറിയിട്ട് ആരും കാണാതെ കയറിയിരുന്നു. അറിയാൻ വേണ്ടിയിട്ടോ, അല്ലാതെ തെറ്റിദ്ധാരണ അല്ല, എന്താ സംഭവം എന്നറിയാനാ. രാത്രി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് ഉമ്മാമാന്റെ വീട്ടിലേക്കാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ മുമ്പായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മാമാന്റെ പേരെ പോയി. ഉമ്മാമാനെ കുളിപ്പിച്ചു, വസ്ത്രം മാറിക്കൊടുത്തു, ഭക്ഷണം കൊടുത്തു, വിരിപ്പ് നേരാക്കി കൊടുത്തു പോന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോഴേക്ക് എല്ലാം ക്ലീനാണ്. ആരാ ഇപ്പൊ ഈ പണിയെടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് മൂപ്പര് മരത്തുമ്മ കയറി. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു കഥ പറയുമ്പോൾ അതിന്റെ ഒരു ചൊറുക്കാക്കൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് കരുതിയിട്ട് ആ മരമൊക്കെ എവിടെയെന്നൊന്നും ആലോചിച്ച് നടക്കണ്ട. താരീഖ് പറയുമ്പോ അതിന്റെ ഒരു കോലത്ത് പറയണല്ലോ, അപ്പോഴുള്ള ഒരു കഥയാകുക. എന്തായാലും അങ്ങനെ. അപ്പൊ അങ്ങനെ പിന്നെ 2ാമത്തെ ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരത്തുമ്മ കയറിയിരുന്നു. എവിടേക്കായി പോണായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ആണ് പോണതെന്ന് മനസ്സിലായി. അതിലൈമെന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഉമറെ, ഇന്നത്തെ അധികാരി ഞാനാണ്, ഇന്നത്തെ രാജാവ് ഞാനാണ്, ഇന്നത്തെ ഖലീഫ ഞാനാണ്.
അതുകൊണ്ട് ഇന്ന് അള്ളാഹു എന്നോടാണ് ചോദിക്കുക, അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാം. നാളെ നീയായിരിക്കും ഭരണാധികാരി, അന്ന് നീയാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വസിയത്തായി ഏൽപ്പിച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മാമാന്റെ പേരേക്ക് ഭക്ഷണം കൊടുക്കാൻ പോയത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്താണ്. ഇതാണ് ശരിക്കും നമ്മുടെ ഒരു ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞത്. ശരിക്കും അധികാരം എന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതാണ്, അല്ലാതെ ചെയ്യാതിരിക്കാനുള്ളതല്ല. നമ്മളെ സംബന്ധിച്ച് ഓരോ അധികാരങ്ങളും നിർമ്മാണാത്മകമല്ല, നശീകരണാത്മകമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മുൻഗാമികളുടെ താരീഖ് പഠിക്കേണ്ടത്. അപ്പോൾ ഒന്ന് യോഗ്യതയുടെ അടിസ്ഥാനം. റഹ്മത്താണ് യോഗ്യത. വാത്സല്യം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. റഹ്മത്ത് ഏറ്റവും വലിയ യോഗ്യതയാണ്. ഞാൻ കുറെ ആലോചിച്ചിരുന്നു, അള്ളാഹു തആല സ്വർഗം എന്തിനാ ഉമ്മാന്റെ അടുത്ത് കൊടുത്തതെന്ന്. ശരിക്കും നമ്മളെല്ലാ സാധനവും വാപ്പാന്റെ അടുത്താണ്. യൂണിഫോമിന്റെ പൈസ വാപ്പാന്റെ അടുത്താണ്, സ്കൂളിലെ ഫീസ് അടക്കാനുള്ള പൈസ വാപ്പാന്റെ അടുത്താണ്, മൊബൈൽ വാങ്ങാനുള്ള പൈസ വാപ്പാന്റെ അടുത്താണ്, മോട്ടോർ സൈക്കിളിന്റെ പൈസ വാപ്പാന്റെ അടുത്താണ്, സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കാറ്റി പോന്നാൽ അതിന്റെ ഫൈൻ അടക്കാനുള്ള പൈസയും വാപ്പാന്റെ അടുത്താണ്. സ്വർഗം മാത്രം ഉമ്മാന്റെ അടുത്ത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം ഉമ്മാന്റെ കാലിന്റെ ഓട്ടാണ്. അപ്പൊ എന്തിനായിരിക്കും ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ അടുത്താണ് എന്ന് പറഞ്ഞത് ഞാൻ കുറെ ആലോചിച്ചിരുന്നു. പിന്നെ എനിക്ക് മറുപടി കിട്ടി. എന്താ വെച്ചാല് ഉമ്മാന്റെ അടുത്താവുമ്പോൾ എളുപ്പം വാങ്ങാൻ പറ്റും, ബാപ്പാന്റെ അടുത്ത് അങ്ങനെ തന്നെ എളുപ്പം കിട്ടൂല. ഇമ്മാന്റെ അടുത്ത് സ്വർഗം കൊടുത്തിട്ടും ഒരാൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഓന 5 നയ പൈസ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് കൊടുത്തത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നേരെ ഓപ്പോസിറ്റ് ആക്കണം. അതായത് ഇന്നിപ്പോൾ ചില ഉമ്മാരുണ്ട്, എന്താ വെച്ചാൽ മക്കളോട് എന്തെങ്കിലുമൊക്കെ പിണക്കുണ്ടായാൽ എൻ്റെ മയ്യത്തും പുറം പോലും ഓനക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് പറയും. ഓന് ഞാൻ ഒരിക്കലും സ്വർഗം കൊടുക്കാൻ സമ്മതിക്കൂല. അങ്ങനെ പറയാനല്ലല്ലോ ശരിക്കും ഉമ്മാന്റെ അടുത്ത് കൊടുത്തത്. ഉമ്മാന്റെ അടുത്ത് കൊടുത്തതിന് കാരണം ഉമ്മാക്ക് റഹ്മുണ്ട് എന്നതാണ്. റഹ്മ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം. റഹ്മുള്ളതിനാൽ ഉമ്മാക്ക് റഹ്മത്ത് കൂടുതലായിരിക്കും. എന്ത് കുരുത്തക്കേട് കാട്ടിയാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് ആലോചിക്കാൻ പറ്റും എന്നതാണ് ഉമ്മാന്റെ അടുത്ത് കൊടുത്തതിന്റെ കാരണം. ഇതാണ് റഹ്മത്തിന്റെ അടിസ്ഥാനം. നമ്മൾ അധികാരികളായി വന്നാൽ അതുവരെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളെയും മറന്ന് ഒരു പുതിയ മനുഷ്യനായി റഹ്മത്തിന്റെ കൽബുമായി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ അധികാരം ഏറ്റെടുത്ത് കൊണ്ടു നടക്കുന്നതിൽ നമുക്ക് വിജയമുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതിൽ പരാജിതരായി മാറും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടങ്ങാറാക്കിയത് മക്കക്കാരാണ്. ജന്മനാടിൽ നിൽക്കാൻ സമ്മതിക്കാതെ മക്കയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓടിച്ചു വിട്ടു മക്കക്കാർ. മക്കം ഫത്ഹിന്റെ സമയത്ത് ദീനുൽ ഇസ്ലാമിന് മക്കം ഫത്ഹായി കിട്ടിയപ്പോ നബി തങ്ങൾ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് അൻതുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് പറഞ്ഞൊരു വർത്താനുണ്ട്, എനിക്ക് നാളെ അള്ളാഹു ഷഫാഅത്തിന് അനുമതി കിട്ടിയാൽ നന്നാൽ ഞാൻ മക്കക്കാർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാനസിക തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമ്പോഴാണ് നമ്മൾ അധികാരത്തിൽ വിജയിക്കുന്നവരായി മാറുക. മനുഷ്യന് 2 തരം ബോധങ്ങളുണ്ട് എന്നാണ്. ഒന്ന് അധികാരബോധവും മറ്റൊന്ന് അവകാശബോധവും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മനുഷ്യന് 2 ബോധങ്ങളാണ്. ഒന്ന് അധികാരബോധം, മറ്റൊന്ന് അവകാശബോധം. ശരിക്കും നമുക്കൊക്കെ ഉള്ളത് അവകാശബോധയിക്കാരം, അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അധികാരബോധം കൊണ്ടാണ് കാര്യമുള്ളത്. ഞാൻ ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. 21 വയസ്സായ ഒരു കുട്ടിൻ്റെ നമുക്കൊരു മകൻ ഉണ്ടെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാട്ടി നമുക്ക് എന്താ തോന്നുക? 10-21 കൊല്ലം പഠിച്ചോനെ ഞാൻ ഓനെ നോക്കി വളർത്തി ഉണ്ടാക്കിയിട്ട് ആ ചങ്ങായി എന്നോട് ചെയ്തത് ഇതാണല്ലോ എന്നാണ് നമുക്ക് തോന്നുക. ഈ തോന്നൽ അവകാശബോധമാണ്. 21 കൊല്ലം നോക്കി വളർത്തിയതിന് കാര്യമായിട്ട് എനിക്കെന്തോ ചെയ്തു തരാണ്ടായിരുന്നു, അത് ചെയ്തു തന്നില്ല എന്ന ബോധത്തെയാണ് അവകാശബോധം. ഇത് നേരെ തിരിച്ചാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹുവേ പഠിച്ചോനെ 21 കൊല്ലം ഓനെ നോക്കി വളർത്താൻ എനിക്ക് അവസരം തന്നിട്ട് നോക്കിയത് നേരായില്ലേ നാവറബേന്ന് തോന്നുന്നതിനാണ് അധികാരബോധം എന്ന് പറയുന്നത്. അധികാരബോധം കൊണ്ടേ കാര്യമുള്ളൂ, അവകാശബോധം കൊണ്ട് ഒരു പ്രയോജനമില്ല.
അതുകൊണ്ട് നമ്മളെല്ലാവരും അധികാരബോധം ഉള്ളവരായി മാറണം. ഞാൻ ആരാണ് എന്നതാണ് ഒരു മനുഷ്യന്റെ ആദ്യത്തെ ചിന്ത. ഞാൻ ആരാണ്. രണ്ടാമത്തെ ചിന്തയാണ് നിങ്ങൾ ആരാണ് എന്നത്. ആദ്യം ഓരോ മനുഷ്യനും എൻ്റെ അവകാശം എന്താണ്, എൻ്റെ അധികാരം എന്താണ്, എൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നിവയെക്കുറിച്ച് ചിന്തിക്കണം. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയലുണ്ട്, ഷാഫി ഇമാം റളിയല്ലാഹുവിന് മുഹദ്ദിസാണ്, ഷാഫി ഇമാം റളിയല്ലാഹുവിന് മുഫസ്സിറാണ്, സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹുവിന് ത്വബീബാണ്, ഇമാം ഷാഫി റളിയല്ലാഹുവിന് സാഹിത്യകാരനാണ്, ഷാഫി ഇമാം റളിയല്ലാഹുവിന് കവിയാണ്, ആബിദാണ്, ആലിമാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉത്തരവാദിത്തം കർമ്മശാസ്ത്രമാണെന്ന് മഹാനവർകൾ തിരിച്ചറിഞ്ഞതിനാൽ അതിൽ വേഗത്തിൽ വിജയിക്കാൻ പറ്റി. അല്ലാഹു തആല എല്ലാവരും ഒരേ ആവശ്യത്തിന് പടക്കല്ല. കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് തോന്നും എൻ്റെ ജീവിതം പറ്റ അരപ്പായി, ഒറ്റ കുട്ടി പോലും ഇല്ല. ഓനെ അല്ലാഹു തആല കുട്ടികളെ നോക്കാൻ വേണ്ടി പഠിച്ചതല്ല എന്നുള്ളതാണ് ശരി. കുട്ടികളില്ലാത്തവരോ ഒന്നിനും പറ്റൂലെങ്കിൽ ആയിഷാ ബീവിന് എന്തിനാ പറ്റുക റളിയല്ലാഹു അൻഹ? ആയിഷാ ബീവി കുട്ടികളില്ലല്ലോ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ കുട്ടികളെ നോക്കാൻ വേണ്ടി പഠിച്ചതല്ല. 2368 ഹദീസുകളാണ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തത്. കുട്ടി ഉണ്ടായാൽ നടക്കൂല. നമ്മളൊരു സങ്കല്പം അനുസരിച്ച് പറയാട്ടോ നടക്കൂല എന്ന്, ഓലെ ചെറുതാക്കാൻ വേണ്ടി പറയല്ല. കുട്ടി ഉണ്ടായാൽ നടക്കൂല എന്നുള്ളത് നമ്മളൊരു സങ്കല്പം അനുസരിച്ച് ആലോചിച്ചാൽ പറ്റുമല്ലോ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത് കുട്ടികളെ നോക്കാനല്ല. അതന്നെ സംഗതി. ഓരോരുത്തരെയും അല്ലാഹു തആല ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഞാനിപ്പോ സാലിം ഫൈസി, എനിക്ക് മനസ്സിലാവണം അല്ലാഹു തആല എന്നെ എന്തിനാ പഠിച്ചതെന്ന്. എല്ലാവരും ഒരേ ആവശ്യത്തിനല്ല. ഇത് മനസ്സിലായാൽ വേഗം വിജയിക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാവുക? മനസ്സിലാവുക രണ്ട് രൂപത്തിൽ മനസ്സിലാവും. ഒന്ന്, റബ്ബാനിയായ ആളുകളുടെ ഉത്ബോധനങ്ങൾ വഴിയായി മനസ്സിലാവും. ഒരു സ്വാലിഹായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയായ മനുഷ്യൻ, ഒരു ആബിദായ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഈ ഇന്ന പണിയെടുത്തോ എന്ന് പറഞ്ഞാൽ മനസ്സിലായി അള്ളാഹ് എന്നെ പഠിച്ചതായി ഇനയിക്കാരെന്ന്. അങ്ങനെയാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അജ്മീറിൽ വരുന്നത്. 90 ലക്ഷം ആൾക്കാർക്ക് കെലിമ ചൊല്ലിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ചില്ലറ നമ്പറാത്. എന്തേ കാരണം? അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്ന വഴിയായി നൽകിയിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് വരുന്നത്. റബ്ബാനിയായ ആളുകളിൽ നിന്ന് അറിവ് ലഭിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ച ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ വഴി. പക്ഷെ എല്ലാവർക്കും നടന്നോണമെന്നില്ല. രണ്ടാമത്തത് എല്ലാവർക്കും നടക്കും. അതാ ഇനി പറയാൻ പോണേ. രണ്ടാമത്തെ എന്താ? നമ്മളെ എവിടെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയിട്ടുള്ളത് അതന്നെ ഇക്കാരം ഇന്നെക്കൊണ്ട് അല്ലാഹു തആല വിചാരിച്ചത് എന്ന് മനസ്സിലാക്കി അതിൽ മുന്നോട്ട് പോവുക. കുറെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ആളെ മാറ്റി നിശ്ചയിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി അതല്ല ഉദ്ദേശിച്ചത് ഇതാണ്. അപ്പൊ അതിലേക്ക് വേണം. അതിനെയാണ് നിൽക്കുന്നതിൽ 100 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത്. ശരിക്കും അതാണ് വേണ്ടത്. ഇപ്പൊ എനിക്കിങ്ങനെ തോന്നുകയാണ്, ഞാൻ സാലിം ഫൈസി മഹാനവർകളായി എനിക്കിങ്ങനെ തോന്നുകയാണ്, ഒരുപാട് ക്ലാസ്സുകൾക്കൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ഒരു പുതിയ ഫോർച്യൂണർ കാറും എൻ്റെ വാപ്പാക്കൊരു പെട്രോൾ പമ്പും അതിന് ഇഷ്ടം പോലെ പൈസ ഇഷ്ടം പോലെ എണ്ണടിച്ചോന്ന് വാപ്പാൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ കുറേയും കൂടിയൊക്കെ ഫുൾ ടാങ്ക് എണ്ണടിച്ചിട്ട് ക്ലാസ് എടുത്തുങ്ങാണ്ട് ഇങ്ങനെ പോകായിരുന്നു എന്ന് തോന്നുന്നതിൽ ഒരർത്ഥമില്ല. പിന്നെ എന്തേ ഉള്ളൂ? അങ്ങനെ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഉള്ള മണ്ടക്കാർ ഉപയോഗിച്ച് ഉള്ള പൈസക്കനുസരിച്ച് ഡീസൽ അടിച്ചിട്ട് അനക്ക് എവിടൊക്കെ എത്താൻ പറ്റുമോ അവിടൊക്കെ എത്തിയാലും കിട്ടുന്നത് 100 മാർക്കാണ്. സ്വന്തം ഫോർച്യൂണർ, പുതിയ ഫോർച്യൂണറും വാപ്പാക്ക് പെട്രോൾ പമ്പും ഫ്രീ ആയിട്ട് വണ്ടി നിറയെ എണ്ണ ഉണ്ടെങ്കിലും കിട്ടാൻ പോണത് 100 മാർക്കാണ്. 110 ഇല്ല. മാർക്ക് മാക്സിമം 100 ഉള്ളൂ. ഇനി ഇതൊന്നുമില്ല, ബസ്സിൽ കൊത്തിപ്പിടിച്ച് പോയാലും കിട്ടാനുള്ളത് 100 മാർക്കുള്ളൂ. നിന്നെ അള്ളാഹു എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അതിൽ 100 മാർക്ക് വാങ്ങാനാണ് നിർദ്ദേശമുള്ളത്. മറ്റേന് പറയുന്ന പേര് അക്കരപ്പച്ച എന്നാണ്. അധികാര രംഗത്ത് ഏറ്റവും വിജയിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, സയ്യിദന യൂസുഫ് അലൈഹിസ്സലാം. ചില അധികാരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാം എന്നതിന്റെ തെളിവ് യൂസുഫ് നബിനെയാണ് പറയല് അലൈഹിസ്സലാം.
യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവിനോട് പറയാണല്ലോ, 7 വർഷം, ഇനി 7 കൊല്ലം നല്ല ക്ഷേമത്തിന്റെ കാലഘട്ടം വരും. പിന്നീട് ഒരു 7 വർഷം ക്ഷാമത്തിന്റെ കാലഘട്ടമായിരിക്കും വരിക. അതുകൊണ്ട് ക്ഷാമകാലഘട്ടത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വെജെങ്കിൽ ഇന്നെ ഏൽപ്പിച്ചാളി, ഞാൻ ചെയ്തോളാം. അതിനാണ് ചില അധികാരങ്ങളൊക്കെ ഞാൻ നടത്തിയാലേ നേരാവുള്ളൂ എന്ന് തോന്നിയാൽ ചോദിച്ചു വാങ്ങാം. അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും തമ്മിലുണ്ടായ തർക്കത്തെ ഈ തരത്തിലാണ് പൂർവകാല സുഫിയാക്കളും പണ്ഡിതന്മാരും വായിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇജ്തിഹാദ് ചെയ്തപ്പോൾ സംഗതി ആകെ പ്രശ്നമാണ്, ഞാൻ നേരാക്കിയാലേ നേരാവുള്ളൂ എന്ന് തോന്നിയതാണ്. അങ്ങനെ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ, ആ തോന്നൽ ശരിയുമാണെങ്കിൽ ചോദിച്ചു വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. ഇത് പറയാൻ എന്താ കാരണം വെച്ചാൽ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പ്രത്യേകത ഉണ്ടായി. സയ്യിദന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ഒരിക്കൽ നൈൽ നദിയുടെ ഒരു കരയിലാണ് യൂസുഫ് നബി പരിവാര സമേതം താമസിക്കുന്നത്, രാജാവാണ്. ഒരു ദിവസം നൈലിന്റെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യൂസുഫേ, നിങ്ങൾ കുറച്ചാലൊന്ന് ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് താമസിക്കുമോ എന്ന് ചോദിച്ചു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അതിപ്പോ എന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണമെന്ന് ചോദിച്ചോ. പറഞ്ഞു, നിങ്ങൾ ഇവിടെ പാർത്തതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ട്, കൃഷിയൊക്കെ നടന്നു, ജലസേചനം നടന്നു, എല്ലാവർക്കും കച്ചവടമൊക്കെ ഉഷാറായി, കടങ്ങളൊക്കെ വീടി, പെരപ്പണിയൊക്കെ തീർന്ന് ഗംഭീരാണ്. നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചാലും വന്ന് പാർത്താൽ അവിടെ ഇതേമാതിരി തന്നെ ആവുമെന്നാണ് ഞങ്ങളുടെ വിചാരം. അതുകൊണ്ട് ഒന്നും അക്കരം വന്നിട്ട് കുറച്ചാലും താമസിക്കുമോ എന്ന് ചോദിച്ചു സയ്യിദന യൂസുഫ് അലൈഹി സ്വലാമിനോട്. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറുണ്ട്. ഞാൻ വന്ന് പാർത്തിട്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്. അവനാന്റെ യോഗ്യതയെക്കുറിച്ച് ആദ്യം ബോധം ഉണ്ടാകേണ്ടത് അവനാനാണ്. അതാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനുള്ളത്. ഇന്നെക്കൊണ്ട് അങ്ങനെ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞു. പണ്ടൊക്കെ മൗലവിമാര് വേദറിയുമ്പോൾ മനുഷ്യ നീ നന്നാവണം, നീ നന്നാവണം, നീ നന്നാവണം എന്ന് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞു, നമ്മൾ നന്നാവണം, നമ്മൾ നേരാവണം, നമ്മൾ നിസ്കരിക്കണം, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പുതിയ സാഹിത്യം അനുസരിച്ച് നേരെ ഓപ്പോസിറ്റാണ്. മനുഷ്യ ഞാൻ നന്നാവേണ്ടതുണ്ട്, ഞാൻ നിസ്കരിക്കേണ്ടതുണ്ട്, അങ്ങനെയാണ് ഇപ്പൊ പുതിയ വയത്. അവനാന്റെ യോഗ്യതയെക്കുറിച്ച് അവനാൻ അറിയില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നം തന്നെയല്ലോ. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ വരാറ്. അങ്ങനെ പോയി നൈലിന്റെ മറുകരയിൽ പോയി താമസിച്ചു. ഇവര് വിചാരിച്ച മാതിരി യൂസുഫ് നബി അലൈഹി ഇസ്ലാം വന്ന് പാർത്ത് താമസാക്കിയതിന് ശേഷം ശരിക്കും കർമ്മത്തെക്കാൾ വലിയ യോഗ്യത വ്യക്തിത്വമാണ്, പ്രവർത്തനത്തെക്കാൾ വലുത് ആൾക്കാണ് യോഗ്യത. യോഗ്യത ഉള്ളവനാണോ അവന്റെ പ്രവർത്തനങ്ങൾ യോഗ്യമായിരിക്കും എന്നതാണ്. വ്യക്തിക്കാണ് യോഗ്യത ഉണ്ടായിരിക്കേണ്ടത്. അപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പോയി താമസിച്ചു, വലിയ സമ്പത്തുണ്ടായി, എല്ലാവർക്കും ജലസേചനം നടന്നു, കൃഷിയൊക്കെ ഉഷാറായി, കച്ചവടം ഉണ്ടായി, പെരപ്പണിയൊക്കെ തീർന്നു, കടക്കെ വീടി എല്ലാം റാഹത്തായി. പക്ഷെ ഒരു സംഭവം ഉണ്ടായി, യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി. മടങ്ങിപ്പോരുന്നതിന് മുമ്പ് മരണപ്പെട്ടു. വഫാത്തായപ്പോൾ വലിയൊരു തർക്കമുണ്ടായി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മയ്യത്ത് മരിച്ചോർത്ത് മറവ് ചെയ്യണം എന്നൊരു കൂട്ടരും നാട്ടിക്ക് കൊണ്ടുപോവുകയാണ് എന്ന് വേറൊരു കൂട്ടരും. അക്കരമക്കാര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, അവിടെ മറയ്യാം. ഇക്കരമക്കാര് പറഞ്ഞു അത് പറ്റൂല, ഇവിടുന്നല്ലേ മരിച്ചത്, അമ്പിയാക്കൾ മരിച്ചോർത്ത് തന്നെ മറവ് ചെയ്യണം എന്നാണുള്ളത്, ഇവിടെ തന്നെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. തർക്കായി. മയ്യത്തിന് വേണ്ടിയുള്ള തർക്കം കൂടി. ഹത്തായഖ്തത്തിലു എന്ന് തഫ്സീറുകളിലുണ്ട്. രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കൊണ്ടേക്കാനേ ഒന്ന് കാണണല്ലോ എന്നായി. അങ്ങനെ ഹത്തായഖ്തത്തിലു. അവസാനം രണ്ട് നാട്ടിലെയും ഹാക്കിമീങ്ങൾ, വിധികർത്താക്കന്മാർ, കാളിമാർ യോഗം ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു, നൈൽ നദീന്റെ നടുവിൽ പെട്ടിയിലാക്കിയിട്ട് മറവ് ചെയ്യാം എന്ന്. അങ്ങനെയാണ് പ്രശ്നം തീർത്തത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ നൈലിന്റെ നടുവിൽ പെട്ടിയിലാക്കി മറവ് ചെയ്തു. പിൽക്കാലത്ത് അമ്പിയാക്കളിൽ നിന്ന് ചിലർക്ക് സ്വപ്ന ദർശനം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പെട്ടി അവിടെ നിന്നെടുത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഹിബ്രോണിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നതാണ് താരീഖ്. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അധികാരത്തിന്റെ വലിയൊരു കേന്ദ്രമായി, ഒരു സിമ്പിളായി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ വ്യക്തിക്കാണ് യോഗ്യത. അങ്ങനത്തെ ഒന്ന് ഒരു നാട്ടിലുണ്ടായാലേ സത്യത്തിൽ നമ്മളിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ടേക്കാരത്.
ഖദർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും കൂടി യാത്ര ചെയ്തപ്പോൾ 3 സംഭവങ്ങൾ ഉണ്ടായല്ലോ. ഒന്ന് കപ്പൽ കൊത്തിപ്പൊളിച്ചതും, പിന്നെ ഒരു കുട്ടിനെ പിടിച്ചങ്ങാണ്ട് തല പിടിച്ചങ്ങാണ്ട് പിരിച്ചതും, പിന്നെ വേറെ ഒന്ന് ഒരു മതിൽ നന്നാക്കി കൊടുത്തതും. മൂസാ നബി ചോദിച്ചു, എന്തിനാ ആ മതിൽ നേരാക്കിയത്? അതിൽ പറഞ്ഞു, ഇത് അങ്ങാടിയിൽ താമസിക്കുന്ന യത്തീം കുട്ടികളെ മതിലാണ്. ഓലെ വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു, വക്കാന അബൂഹുമാ സ്വാലിഹ എന്ന് പറഞ്ഞുകൊടുത്ത് തഫ്സീറുകളിലൊക്കെ ഉണ്ട്. ഈ പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പല്ല, 7ാമത്തെ വല്ലിപ്പാനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും അവകാശബോധം കൊണ്ടൊരു കാര്യമില്ല, അധികാരബോധം കൊണ്ടാണ് കാര്യമുള്ളത്. ഞാൻ ആരാണ്, എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും. ഒരു വാക്കുകൂടിയും പറഞ്ഞാൽ എൻ്റെ ഈ പ്രസംഗം അവസാനിക്കും. ആർക്കും ആരെയും നന്നാക്കാൻ കഴിയില്ല, ആർക്കും ആരെയും മാറ്റിയെടുക്കാൻ കഴിയില്ല, ആർക്കും ആരെയും പരിശീലിപ്പിക്കാൻ കഴിയില്ല. മാറ്റം സ്വയമായി ഉണ്ടാകുന്നതാണ്. അതായത് ഒരു വലിയ ചെമ്പട്ടി, വലിയൊരു പാത്രം, ആ ചെമ്പട്ടിയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു, നല്ല ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം, കുറച്ച് പിണ്ണാക്കും ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി. എന്നിട്ടൊരു മൂരിക്കുട്ടിനെ ഇങ്ങനെ കൊടുങ്ങാണ്ട് തല പിടിച്ച് താത്താനേ കഴിയുള്ളൂ. വലിക്കണമെങ്കിൽ മൂരിക്കുട്ടി തന്നെ വിചാരിക്കണം. ആർക്കും ആരെയും മാറ്റാൻ കഴിയില്ല, സ്വയം മാറുകയാണ് ചെയ്യുന്നത്. ഈ മാറ്റത്തിന് കാരണക്കാരായി മാറാനാണ് നമുക്ക് കഴിയുക. ഓരോരുത്തരും നന്നാവുന്നു, നന്നാവാനുള്ള കാരണങ്ങൾ സബബുകളായി അതിനുള്ള വഴിയൊരുക്കാനാണ് നമുക്ക് സാധ്യമാവുക. പുതിയ തലമുറയെക്കുറിച്ച് നമുക്ക് ചില ധാരണകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായി കാണണം. കാലമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, പഴയ കാലം പോലെ ആവരുത്. ചെറിയ മാറ്റം വലിയ മാറ്റമായിട്ട് കാണണം. പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളിക്കാൻ, പണ്ടൊക്കെ പാടത്തേക്കാണ് കളിക്കാൻ പോയിരുന്നത്, ഇപ്പം ടർഫിക്കാണ് പോണത്. അതേമാതിരി വലിയ ടൗസർ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ നടക്കുക. ഇനിയിപ്പോൾ റമദാൻ മാസമാണ് വരുന്നത്, തറാവി കഴിഞ്ഞാൽ അച്ചാർ തിന്നാൻ പോവുക. ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ട് വന്നിട്ടുള്ള സാധനങ്ങൾ. അപ്പം നമ്മൾ ചെറിയ മാറ്റങ്ങളെ, ടർഫിക്ക് കളിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തേക്കിന് അവിടുന്ന് പോന്നു, അൽഹംദുലില്ലാഹ് നേരായിട്ടോ. ഇങ്ങനെ ആലോചിക്കാൻ പറ്റണം. ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റമായിട്ട് കാണണം. നമ്മൾ വയസ്സന്മാരായ കൂടുതൽ ആൾക്കാർ വയസ്സന്മാരായ വയസ്സന്മാർക്ക് പൊതുവെ ഒരു തോന്നലുണ്ടാവും, ചെക്കന്മാരൊക്കെ കോച്ചറായി കേടുന്നിട്ടുണ്ടെന്ന്. ചെക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല. റമദാൻ മാസം വരികയാണ്, റമദാൻ മാസത്തിൽ ദുഹർക്ക് അങ്ങാടിത്തെ പള്ളിയിൽ പോയി കൊണ്ടും ഹൗദക്ക് വെള്ളം അടിച്ചാലും തികയില്ല. ചെറുപ്പക്കാരാണ് നിസ്കരിച്ചിട്ട് തന്നെയാണ് അത്. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റണം. ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായിട്ട് കാണാം. പണ്ടൊക്കെ പുതിയാപ്പള സൽക്കാരത്തിന് ആൾക്കാർ പോകുമല്ലോ, ചങ്ങായിമാരാ പോകുക. ഇന്നിപ്പോൾ കുടുംബങ്ങൾ ഒന്നിച്ച് പോകലാണ്, മുമ്പ് ചങ്ങായിമാരാ പോവുക. ആ പോണയിൽ 20 ആള് പോയാൽ 10 നോൽമ്പില്ലാത്തത് ഉണ്ടാവും. ഇന്നൊരൊറ്റൊന്നും നോൽമ്പില്ലാത്തത് ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ വലിയ ഹംദ് പറഞ്ഞിട്ട് ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായി കാണാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ആകെ ഒരു പള്ളിക്കല വെള്ളിയാഴ്ചയാണ് ജുമാക്ക് വരുന്നത്, അന്നേലും വരുന്നുണ്ടല്ലോ അൽഹംദുലില്ലാഹ് എന്ന് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. ഇങ്ങനെ